കാക്ക കാക്കട്ടു റമ്മിയായിട്ട് കാക്കനായിട്ട് ഉമ്മയായിട്ട് കാക്കയുടെ വന്നിരിക്കുന്ന ആട്ടിയുടെ പിന്നെ ഒപ്പം ആട്ടി ആ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുന്നില്ലടി. നീ ആ മുഖത്തിൻ്റെ മുകളിലേ വന്നിരിക്കണേ. നീ ഒന്ന് കീഴിറങ്ങി നോക്ക്, കാണാം ഈ ഭൂമി ആരെന്നുള്ളത്. കണ്ടാ ഇത്ര ധൈര്യമുള്ള കാണിച്ചൊന്ന് വാ, കീഴ് വന്നിട് ഇരി, അപ്പം കാണാം. നീ അറിയാമ്പോ ഇത് എനിക്ക് നോക്കാൻ പറ്റിയ കേസുള്ളൂ. നീ പോയിക്കോ, നീ നിന്റെ ജോലി കഴിക്കുമോ. ഇത് നമ്മളിവിടെ ഇറച്ചി വെച്ച കാര്യങ്ങൾ എങ്ങനെയാണോ അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മണം നമ്മൾ കിട്ടിയോ അതോ ഇനി അവൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു എന്നേ അറിഞ്ഞൂടോ. അതാണ് ഇവിടെ തന്നെ കറങ്ങുന്നത്. നോക്ക്, അല്ല ഇങ്ങനെ കറങ്ങുന്ന ആളല്ല. ഞായറാഴ്ച മാത്രമേ വരാനുള്ളത്. ഇപ്പൊ കൊമ്പത്താണ് കയറിയിരിക്കുന്നത്. അമ്മ ഇവിടെയാണ് നമുക്ക് ചോറ് വെക്കുക. ഇവനോട് ആര് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ? നിന്നോട് ഞാൻ പറഞ്ഞാണ് ഈ വീട്ടിലെ സ്ഥാനമില്ല, നിനക്ക് ഇങ്ങോട്ട് വരാനും പാടില്ലാന്ന്. എൻ്റെ അമ്മ മെച്ചും പേര് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കി ബാലൻസ് എന്തെങ്കിലും അത് തരും, അത് കഴിച്ചാൽ മതി. ഓ എനിക്കും ഇഷ്ടമുള്ള എൻ്റെ അനിയ റോക്കി കുട്ടിക്കും ഇഷ്ടമല്ല. എത്ര വട്ടം പറയണം, ആരെങ്കിലും എന്നെ വില വെക്കുന്ന. ഈ വീട്ടിൽ യുദ്ധം ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചു പോയിക്കണം. ആരോടെല്ലാം യുദ്ധം ചെയ്യണോ? ആർക്കാർ വെളിയിൽ പോകണോ അവരോട് യുദ്ധം ചെയ്യണോ? കാക്ക ചോറ് കഴിക്കാൻ അവരോട് യുദ്ധം ചെയ്യണോ? വേണ്ട. അപ്പോഴത്തേനും വെളിയിൽ ആരോ പോയി പുറത്ത്. അപ്പം നമ്മൾ അതിന് അവരോട് കുറച്ചാട്ടണ്ടേ, അല്ലെങ്കിൽ അമ്മ ചോറ് തരില്ലല്ലോ. നമ്മൾ ഡ്യൂട്ടിയെല്ലാം നമ്മൾ കറക്റ്റായി ചെയ്യണ്ടേ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും കാണാം. അപ്പുറത്തുള്ള മണീനെ കാണാം, കുട്ടുവാവിനെ കാണാം, സ്കൂബീനെ കാണാം. സ്കൂബി എൻ്റെ ശത്രുവാണ്. അവൻ്റെ പേര് ഈ വീട്ടിൽ അമ്മ പറയുന്നതേ എനിക്കിഷ്ടമല്ല. മറ്റാരെ പറഞ്ഞാലും ഞാൻ സഹിക്കും. പിന്നെ ഇവൻ്റെ അനിയൻ, രണ്ടാമത്തെ അനിയനാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചില സമയത്ത് ചില യുദ്ധങ്ങൾ നടക്കാറുണ്ട് വീട്ടിൽ.